ഇന്റർനാഷണൽ എക്കണോമിക്സിലെ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡിസിക്ലിബ്രിയം എന്ന് പറയുന്ന ടോപ്പിക്കാണ് നോക്കുന്നത്. ഒരു കൺട്രിയിലെ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡിസിക്ലിബ്രിയം ആവുന്ന രണ്ട് സിറ്റുവേഷനിലാണ്. ഒന്നെങ്കിൽ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡെഫിസിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ സർപ്ലസ് ആയിരിക്കും. ഒന്നെങ്കിൽ റെസിപ്പിയൻസ് കൂടിയിരിക്കും, അല്ലെങ്കിൽ പേയ്മെന്റ്സ് ആയിരിക്കും കൂടിയിട്ടുണ്ടാവുക. അതായത് ഒരു കൺട്രിയിലെ ഓട്ടോണമസ് റെസിപ്പിയൻസ് ഒരിക്കലും ഓട്ടോണമസ് പേയ്മെന്റ്സുമായിട്ട് മാച്ച് ആയിരിക്കില്ല. ഓട്ടോണമസ് റെസിപ്പിയൻസിനെ എക്സ്പോർട്ട് അല്ലെങ്കിൽ ക്രെഡിറ്റ്സ് എന്ന് ഡിഫൈൻ ചെയ്യാവുന്നവയാണ്. കാരണം ഇവ രാജ്യത്തേക്ക് കൂടുതൽ ഫിനാൻഷ്യൽ റിസോഴ്സസ് കൊണ്ടുവരുന്നു. ഇനി ഓട്ടോണമസ് പേയ്മെന്റ്സ് അവ ഡെബിറ്റ്സ് എന്നും അല്ലെങ്കിൽ ഇമ്പോർട്ട്സ് എന്നും ഡിഫൈൻ ചെയ്യാം. ഇവ രാജ്യത്ത് നിന്ന് കൂടുതൽ ഫിനാൻഷ്യൽ റിസോഴ്സ് ഔട്ട്ഫ്ലോയിലേക്ക് നയിക്കുന്നു. ഈ ഓട്ടോണമസ് റെസിപ്പിയൻസും ഓട്ടോണമസ് പേയ്മെന്റ്സും നോട്ട് ഈക്വൽ ടു ആവുന്ന സിറ്റുവേഷനെയാണ് BOP ഡിസിക്ലിബ്രിയം എന്ന് പറയുന്നത്. ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡിസിക്ലിബ്രിയം വരുന്ന രണ്ട് സിറ്റുവേഷനാണ് സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ്. BOP സർപ്ലസ് എന്ന് പറഞ്ഞാൽ റെസിപ്പിയൻസ് എക്സീഡ് ഓട്ടോണമസ് പേയ്മെന്റ്സ്. റെസിപ്പിയൻസ് ഓട്ടോണമസ് പേയ്മെന്റ്സിനേക്കാൾ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ എക്സ്പോർട്ട് ഇമ്പോർട്ടിനേക്കാൾ കൂടുതലായിരിക്കും. ക്രെഡിറ്റ്സ് ഡെബിറ്റ്സിനേക്കാൾ കൂടുതലായിരിക്കും. ബാലൻസ് ഓഫ് പേയ്മെന്റ് സർപ്ലസ് ഒരു ഫേവറബിൾ സിറ്റുവേഷൻ ആണ്. ഇനി ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് പേയ്മെന്റ്സ് ഓട്ടോണമസ് ക്രെഡിറ്റ് റീപേയ്മെന്റ്സിനേക്കാൾ കൂടുന്ന സിറ്റുവേഷനാണ്. ഇത് ഒരു അൺഫേവറബിൾ സിറ്റുവേഷനാണ്. ബാലൻസ് ഓഫ് പേയ്മെന്റിനെ ഇത് അഡ്വേഴ്സ് ആയിട്ട് അഫക്റ്റ് ചെയ്യുന്നു. കേസസ് ഓഫ് BOP ഡിസിക്ലിബ്രിയം. ഫസ്റ്റ് വൺ, ടെമ്പററി ചേഞ്ചസ്. ടെമ്പററി ചേഞ്ചസ് ഒരു ഷോർട്ട് റൺ ഫിനോമിനയാണ്. BOP ഡിസിക്ലിബ്രിയം ക്രിയേറ്റ് ചെയ്യുന്നത് റാൻഡം വേരിയൻസസ് ഓഫ് ട്രേഡ്, സീസണൽ ഫ്ലക്ച്വേഷൻസ്, വെതർ ഓർ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ എന്നിവയൊക്കെയാണ്. ഇവ BOP സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഫണ്ടമെന്റൽ ഡിസിക്ലിബ്രിയം. ഇതൊരു ലോങ് ടേം ഡിസിക്ലിബ്രിയം സിറ്റുവേഷൻ ആണ്. കൺസ്യൂമേഴ്സിന്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് അബോർഡ് കൺട്രിയിലോ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് കൺട്രിയിലോ ചേഞ്ച് ചെയ്യുക. കണ്ടിന്യൂസ് ഫാൾ ഇൻ കൺട്രീസസ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്, എക്സസീവ് ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ, ലോ കോമ്പറ്റേറ്റീവ് സ്ട്രെങ്ത് ഇൻ ദി വേൾഡ് മാർക്കറ്റ്, ഇൻഫ്ലേഷണറി പ്രഷർ. സ്ട്രക്ചറൽ ചേഞ്ചസ് ഒരു ലോങ് ടേം ഡിസിക്ലിബ്രിയം സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യും. ടെക്നോളജിക്കൽ ചേഞ്ചസിലൂടെ പ്രൊഡക്റ്റിന്റെ പ്രൈസ് കുറയും. ഇത് ഇമ്പോർട്ട് കൂടുന്നതിലേക്കോ അല്ലെങ്കിൽ എക്സ്പോർട്ട് കൂടുന്നതിലേക്കോ നയിക്കും. ഇമ്പോർട്ട് റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്യുമ്പോൾ ഇമ്പോർട്ട് കുറയും. ഇത് BOP ഡിസിക്ലിബ്രിയം സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യും. ഡെഫിഷ്യൻസി ഓഫ് റിസോഴ്സസ് കൂടുതൽ പ്രൊഡക്ട്സ് ഇമ്പോർട്ട് ചെയ്യുന്നതിലേക്ക് നയിക്കും. ഇനി ചേഞ്ചസ് ഇൻ സപ്ലൈ ഡയറക്ഷൻസ് ഓഫ് ദി ലോങ് റൺ ക്യാപിറ്റൽ ഫ്ലോ. ചേഞ്ചസ് ഇൻ എക്സ്ചേഞ്ച് റേറ്റ്. എക്സ്ചേഞ്ച് റേറ്റ് ചേഞ്ച് ചെയ്യുന്നത് ഓവർ വാലുവേഷൻ അല്ലെങ്കിൽ അണ്ടർ വാലുവേഷനിലൂടെയാണ്. ഇറ്റ് ഈസ് ലീഡ്സ് ടു BOP ഡിസിക്ലിബ്രിയം. ഇനി ഓവർ വാല്യൂഷൻ നടക്കുന്ന സിറ്റുവേഷനിൽ ഫോറിൻ ഗുഡ്സ് കൂടുതൽ ചീപ്പറാകും. ഇത് ഇമ്പോർട്ട് കൂട്ടുകയും എക്സ്പോർട്ട് കുറയ്ക്കുകയും ചെയ്യും. സൈക്ലിക്കൽ ഫ്ലക്ച്വേഷൻ. ബിസിനസ് സൈക്കിളിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ട്രേഡ് സൈക്കിളിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ് BOP ഡിസിക്ലിബ്രിയം ക്രിയേറ്റ് ചെയ്യും. ഡിപ്രഷൻ്റെ ടൈമിൽ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ എക്സ്പോർട്ട് കുറയുകയും BOP ഡിസിക്ലിബ്രിയം സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. എക്കണോമി ബൂം സിറ്റുവേഷനിലായിരിക്കുമ്പോൾ BOP സർപ്ലസ് ആയിരിക്കും. ചേഞ്ചസ് ഇൻ നാഷണൽ ഇൻകം. നാഷണൽ ഇൻകത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് BOP ഡിസിക്ലിബ്രിയം ക്രിയേറ്റ് ചെയ്യുന്നു. നാഷണൽ ഇൻകം കൂടുമ്പോൾ ആൾക്കാർ കൂടുതൽ ഇമ്പോർട്ടഡ് ഗുഡ്സിന് പ്രാധാന്യം നൽകുകയും BOP ഡെഫിസിറ്റിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ബാലൻസ് ഓഫ് പേയ്മെന്റ് സർപ്ലസിലേക്ക് നയിക്കണമെങ്കിൽ നാഷണൽ ഇൻകം കുറയുകയും ചെയ്യണം. ഇനി പ്രൈസ് ചേഞ്ചസ്. ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ ഡിഫ്ലേഷൻ സിറ്റുവേഷൻ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡിസിക്ലിബ്രിയം സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഇൻഫ്ലേഷൻ സമയത്ത് ജനറൽ പ്രൈസ് ലെവൽ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ആൾക്കാർ കൂടുതലായിട്ട് ഇമ്പോർട്ടഡ് ഗുഡ്സിന് പ്രാധാന്യം നൽകും. ഡിഫ്ലേഷൻ സിറ്റുവേഷനിൽ എക്സ്പോർട്ടഡ് ഗുഡ്സിനും. പൊളിറ്റിക്കൽ കണ്ടീഷൻ. ഒരു കൺട്രിയിലുണ്ടാകുന്ന പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനെ ഒരു അൺസർട്ടനിറ്റി ക്രിയേറ്റ് ചെയ്യും. അത് ക്യാപിറ്റൽ ഔട്ട്ഫ്ലോയിലേക്കും കൂടാതെ BOP ഡിസിക്ലിബ്രിയത്തിലേക്കും